10ാം ക്ലാസ്സിലെ അരിത്തമെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിൻ്റെ 15ാം പേജിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ സം ഓഫ് ദ ടേംസ് ആർ നോട്ട് ഗിവൺ ബട്ട് ഇൻഡിക്കേറ്റഡ് ബൈ എ സർക്കിൾ, ഫൈൻഡ് ഔട്ട് ദീസ് നമ്പേഴ്സ്. ഇവിടെ ഓരോ അരിത്തമെറ്റിക് സീക്വൻസസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിലെ ചില നമ്പേഴ്സ് മിസ്സിംഗ് ആണ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1 24 42 നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത രണ്ട് ടേമുകൾ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഫസ്റ്റ് ടേം 24 ആണ്. സോ വി ക്യാൻ റൈറ്റ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 24. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 42 ആണ്. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും നമുക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സോ 42 മൈനസ് 24 വിച്ച് ഈസ് ഈക്വൽ ടു 18. ഇപ്പോൾ കോമൺ ഡിഫറൻസ് 18 എന്ന് കിട്ടി. ഇനി നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേമിൻ്റെ കൂടെ ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. തേർഡ് ടേം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 42 പ്ലസ് 18 വിച്ച് ഈസ് ഈക്വൽ ടു 60. ഫോർത്ത് ടേം നമുക്ക് കണ്ടുപിടിക്കാം. തേർഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. സോ ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 60 പ്ലസ് 18 വിച്ച് ഈസ് ഈക്വൽ ടു 78. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം: 24, 42, 60 ആൻഡ് 78. ഉത്തരം ഒരിക്കൽ കൂടെ നോക്കാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. മൂന്നാമത്തെ നാലാമത്തെ പദങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. ഒന്നാം പദം നമുക്കറിയാം 24 ആണ്. രണ്ടാം പദം 42 ആണ്. അപ്പോൾ ഒന്നാം പദവും രണ്ടാം പദവും കിട്ടിയാൽ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക. 42 നിന്ന് 24 കുറയ്ക്കുമ്പോൾ പൊതുവ്യത്യാസം 18 എന്ന് കിട്ടും. എങ്കിൽ നമുക്ക് മൂന്നാം പദം കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? രണ്ടാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. മൂന്നാം പദം സമം രണ്ടാം പദം അധികം പൊതുവ്യത്യാസം സമം 42 അധികം 18 60. നാലാം പദം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കിട്ടിയ മൂന്നാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം ഒന്നുകൂടെ കൂട്ടുക. അപ്പോൾ 60 പ്ലസ് 18 സമം 78 എന്ന് കിട്ടും. അപ്പോൾ സമാന്തര ശ്രേണി നമുക്ക് മുഴുവനായിട്ട് എഴുതാം: 24, 42, 60, 78. രണ്ടാമത്തെ ചോദ്യം: ഇവിടെ ആദ്യത്തെ ടേം കണ്ടുപിടിക്കണം. സെക്കൻഡ് ടേം 24, തേർഡ് ടേം 42 ഉണ്ട്. നാലാമത്തെ ടേമും കണ്ടുപിടിക്കണം. അപ്പോൾ സെക്കൻഡ് ടേമും തേർഡ് ടേമും ഉപയോഗിച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു 24, തേർഡ് ടേം ഈസ് ഈക്വൽ ടു 42. ദെൻ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 വിച്ച് ഈസ് ഈക്വൽ ടു 18. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. സോ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 24 മൈനസ് 18 വിച്ച് ഈസ് ഈക്വൽ ടു 6. ഇനി ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തേർഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. സോ ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 42 പ്ലസ് 18 വിച്ച് ഈസ് ഈക്വൽ ടു 60. ദെൻ അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് എഴുതാം: 6, 24, 42 ആൻഡ് 60. ഉത്തരം ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒന്നാം പദവും നാലാം പദവുമാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ പദവും മൂന്നാമത്തെ പദവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തെഴുതാം: രണ്ടാം പദം സമം 24, മൂന്നാം പദം സമം 42. അപ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചാൽ മതി. പൊതുവ്യത്യാസം 42 നിന്ന് 24 കുറച്ചാൽ 18 എന്ന് കിട്ടി. ഇനി ഒന്നാം പദം നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? രണ്ടാം പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചാൽ ഒന്നാം പദം കിട്ടും. അപ്പോൾ ഒന്നാം പദം സമം രണ്ടാം പദം ന്യൂനം പൊതുവ്യത്യാസം. അപ്പോൾ എത്രയാണ്? 24 ന്യൂനം 18 സമം 6. ഇനി നാലാം പദം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? മൂന്നാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുക. അപ്പോൾ മൂന്നാം പദം അധികം പൊതുവ്യത്യാസം. അപ്പോൾ 42ൻ്റെ കൂടെ 18 കൂടെ കൂട്ടുന്നു. അപ്പോൾ 60 എന്ന് ഉത്തരം കിട്ടുന്നു. എങ്കിൽ സമാന്തര ശ്രേണി നമുക്ക് എഴുതാം: 6, 24, 42, 60. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കണ്ടുപിടിക്കണം. തേർഡും ഫോർത്തും തന്നിട്ടുണ്ട്. അപ്പോൾ തേർഡും ഫോർത്തും ഉപയോഗിച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തേർഡ് ടേം ഈസ് ഈക്വൽ ടു 24, ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു 42. സോ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 വിച്ച് ഈസ് ഈക്വൽ ടു 18. അടുത്തതായി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? തേർഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. സോ സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 24 മൈനസ് 18 വിച്ച് ഈസ് ഈക്വൽ ടു 6. ഇനി ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ കിട്ടിയ സെക്കൻഡ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 6 മൈനസ് 18 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 12. എങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം: -12, 6, 24 ആൻഡ് 42. മൂന്നാമത്തെ ഉത്തരം ഒരിക്കൽ കൂടെ നോക്കാം. ഇവിടെ ആദ്യത്തെ രണ്ട് പദങ്ങൾ കണ്ടുപിടിക്കണം. 3ഉം 4ഉം പദങ്ങൾ തന്നിട്ടുണ്ട്. എങ്കിൽ
3ഉം 4ഉം പദങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. മൂന്നാം പദം എന്ന് പറയുന്നത് 24 നാലാം പദം എന്ന് പറയുന്നത് 42 എങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നാലാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറയ്ക്കുന്നു. 42 നിന്ന് 24 കുറച്ചാൽ നമുക്ക് 18 പൊതുവ്യത്യാസം എന്ന് കിട്ടും. എങ്കിൽ രണ്ടാം പദം നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? മൂന്നാം പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചാൽ മതി. അപ്പോൾ രണ്ടാം പദം സമം മൂന്നാം പദം ന്യൂനം പൊതുവ്യത്യാസം. അപ്പോൾ 24 നിന്ന് 18 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ടാം പദം 6 എന്ന് കിട്ടും. ഇനി ഒന്നാം പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ കിട്ടിയ രണ്ടാം പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുക. അപ്പോൾ 6ൽ നിന്ന് പൊതുവ്യത്യാസം 18 കുറയ്ക്കുന്നു. അപ്പോൾ -12 ഒന്നാം പദമായിട്ട് നമുക്ക് കിട്ടുക. എങ്കിൽ സമാന്തര ശ്രേണി നമുക്ക് എഴുതാം. -12 6 24 42. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേമും തേർഡ് ടേമും ആണ് തന്നിട്ടുള്ളത്. സെക്കൻഡും ഫോർത്തും നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് ടേം 24 ആണ്, സെക്കൻഡ് ടേം തന്നിട്ടില്ല, തേർഡ് ടേം 42 ആണ്. എങ്ങനെയാണ് ഈ തേർഡ് ടേം കിട്ടുന്നത്? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ഡി ഒരു തവണ കൂട്ടിയാൽ സെക്കൻഡ് ടേം കിട്ടി. സെക്കൻഡ് ടേമിൻ്റെ കൂടെ ഈ ഡി ഒന്നും കൂടെ കൂട്ടുമ്പോഴാണ് തേർഡ് ടേം കിട്ടുന്നത്. എങ്കിൽ ഫസ്റ്റ് ടേമിൽ നിന്ന് തേർഡ് ടേം കിട്ടാൻ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് 2 തവണ കൂട്ടണം. അതാണ് ആദ്യത്തെ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ടേം പ്ലസ് 2D എന്ന് പറഞ്ഞാൽ 2 തവണ കോമൺ ഡിഫറൻസ് കൂട്ടുന്നു. സോ ഫസ്റ്റ് ടേം പ്ലസ് 2D ഈസ് ഈക്വൽ ടു തേർഡ് ടേം എന്ന് നമുക്ക് പറയാം. ഇനി ഫസ്റ്റ് ടൈം നമുക്കറിയാം 24 ആണ്. അതിൻ്റെ കൂടെ 2 തവണ കോമൺ ഡിഫറൻസ് 2D ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് ടൈം ആയ 42 കിട്ടും. അതാണ് 24 പ്ലസ് 2D ഈസ് ഈക്വൽ ടു 42 എന്ന് എഴുതിയിരിക്കുന്നത്. എങ്കിൽ 2D എന്ന് പറയുന്നത് 42ൽ നിന്ന് 24 കുറയ്ക്കുന്നതാണ്. അപ്പോൾ 18 എന്ന് കിട്ടി. എങ്കിൽ D കോമൺ ഡിഫറൻസ് എത്രയാണ്? 18 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ കോമൺ ഡിഫറൻസ് 9 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പോൾ 24ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുന്നു. അപ്പോൾ 33 എന്ന് കിട്ടുന്നു. ഫോർത്ത് ടൈം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? തേർഡ് ടൈമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പോൾ 42ൻ്റെ കൂടെ 9 കൂടെ കൂട്ടുക. അപ്പോൾ 51 എന്ന് കിട്ടും. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എത്രയാണ്? 24, 33, 42 ആൻഡ് 51. നാലാമത്തെ ചോദ്യം ഒന്നുകൂടെ നോക്കാം. ഇവിടെ ഒന്നാം പദവും മൂന്നാം പദവും തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പദവും നാലാമത്തെ പദവുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ തുടർച്ചയായ 1, 2 അല്ലെങ്കിൽ 3, 4 എന്നുള്ള പദങ്ങൾ കിട്ടാത്തതുകൊണ്ട് നമുക്ക് പൊതുവ്യത്യാസം നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. എങ്കിലും നോക്കുക, ഇവിടെ ഒന്നാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസമായ ഡി ഒരു തവണ കൂട്ടുമ്പോഴാണ് രണ്ടാം പദം കിട്ടുന്നത്. ഈ രണ്ടാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം ഒന്നും കൂടെ കൂട്ടുമ്പോഴാണ് മൂന്നാം പദം കിട്ടുന്നത്. എങ്കിൽ ഒന്നാം പദത്തിൽ നിന്ന് മൂന്നാം പദം കിട്ടാൻ എന്ത് ചെയ്യണം? 2 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. അതായത് ആദ്യത്തെ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ രണ്ടാം പദം കിട്ടുന്നു. രണ്ടാമത്തെ പദത്തിൻ്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂടെ കൂട്ടുമ്പോഴാണ് മൂന്നാമത്തെ പദം കിട്ടുന്നത്. എങ്കിൽ ഒന്നാം പദത്തിൽ നിന്ന് മൂന്നാം പദം കിട്ടണമെങ്കിൽ 2 തവണ പൊതുവ്യത്യാസം അതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. അതാണ് ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്. ഒന്നാം പദം അധികം 2D എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 തവണ പൊതുവ്യത്യാസം കൂട്ടുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? മൂന്നാം പദം കിട്ടുന്നു. ഇനി ഒന്നാം പദം നമുക്കറിയാം 24 ആണ്, പൊതുവ്യത്യാസം 2D ആണ്. അതുപോലെ മൂന്നാം പദം 42 ആണ്. എങ്കിൽ 2D നമുക്ക് എങ്ങനെ എഴുതാം? 42 ന്യൂനം 24 ആണ്, 18 എന്ന് കിട്ടുന്നു. എങ്കിൽ പൊതുവ്യത്യാസം DA നമുക്ക് എങ്ങനെ എഴുതാം? 18ൻ്റെ പകുതി കാണുക. അപ്പോൾ 9 എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ടാം പദം കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഒന്നാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുക. 24 അധികം 9 33 എന്ന് കിട്ടുന്നു. നാലാം പദം കണ്ടുപിടിക്കാം. മൂന്നാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. 42 അധികം 9 സമം 51. അപ്പോൾ സമാന്തര ശ്രേണി നമുക്ക് കിട്ടുന്നു. 24, 33, 42, 51. അഞ്ചാമത്തെ ചോദ്യത്തിൽ ഒന്നാം പദവും മൂന്നാം പദവും നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേമും തേർഡ് ടേമും കണ്ടുപിടിക്കണം. സെക്കൻഡും ഫോർത്തും തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേമിൻ്റെ കൂടെ പൊതുവ്യത്യാസം ഡി ഒരു തവണ കൂട്ടിയാൽ തേർഡ് ടേം, അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം ഡി ഒരു തവണ കൂടെ കൂട്ടിയാൽ ഫോർത്ത് ടൈം കിട്ടും. അതായത് സെക്കൻഡ് ടൈമിൽ നിന്ന് ഫോർത്ത് ടൈം കിട്ടണമെങ്കിൽ പൊതുവ്യത്യാസം 2 തവണ കൂട്ടണം. അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് ടൈം പ്ലസ് 2D 2 തവണ പൊതുവ്യത്യാസം ഈസ് ഈക്വൽ ടു ഫോർത്ത് ടൈം. ഇനി സെക്കൻഡ് ടൈം 24 ആണെന്നറിയാം. 2D ഈസ് ഈക്വൽ ടു 42 ഫോർത്ത് ടൈം ആണ്. എങ്കിൽ 2Dയെ നമുക്ക് എങ്ങനെ എഴുതാം? 42 മൈനസ് 24 വിച്ച് ഈസ് ഈക്വൽ ടു 18. ഡി കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. 18 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 9. എങ്കിൽ ഫസ്റ്റ് ടൈം നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് 24 മൈനസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു 15. തേർഡ് ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ടൈമിൻ്റെ കൂടെ
കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. സെക്കൻഡ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 24 പ്ലസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു 33. സോ ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 15, 24, 33 ആൻഡ് 42. അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടെ നോക്കാം. ഇവിടെ 1ഉം 3ഉം പദങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. 2ഉം 4ഉമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവ്യത്യാസം നേരിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ രണ്ടാമത്തെ പദവും നാലാമത്തെ പദവും തന്നിട്ടുണ്ട്. ഈ 2ഉം 4ഉം പദങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്താം? രണ്ടാമത്തെ പദത്തിൻ്റെ കൂടെ ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ മൂന്നാമത്തെ പദമായി, മൂന്നാമത്തെ പദത്തിൻ്റെ കൂടെ ഒരു തവണയും കൂടെ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നാലാമത്തെ പദം കിട്ടുന്നത്. അപ്പോൾ 2ൽ നിന്ന് 4ലോട്ട് നമുക്ക് എങ്ങനെ എത്താം? രണ്ടാമത്തെ പദത്തിൽ നിന്ന് 2 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നാലാമത്തെ പദം കിട്ടുക. അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. രണ്ടാം പദം അധികം 2 തവണ പൊതുവ്യത്യാസം സമം നാലാം പദം. ഇനി രണ്ടാം പദം നമുക്കറിയാം 24 ആണ്, നാലാം പദം 42 ആണ്. അപ്പോൾ 24 അധികം 2D സമം 42. ഇനി 2D എന്ന് പറയുന്നത് 42ൽ നിന്ന് 24 കുറയ്ക്കുന്നതാണ്. അത് 18 എന്ന് കിട്ടി. എങ്കിൽ പൊതുവ്യത്യാസം DA നമുക്ക് എങ്ങനെ എഴുതാം? 18/2 സമം 9 എന്ന് കിട്ടി. ഇനി ഒന്നാം പദം കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? രണ്ടാം പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുക. അപ്പോൾ 24ൽ നിന്ന് 9 കുറയ്ക്കുന്നു. അപ്പോൾ 15 ഒന്നാം പദമായിട്ട് കിട്ടുന്നു. മൂന്നാം പദം കണ്ടുപിടിക്കാൻ രണ്ടാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. അപ്പോൾ 24ൻ്റെ കൂടെ 9 കൂടെ കൂട്ടുന്നു. അപ്പോൾ 33 എന്ന് കിട്ടുന്നു. അപ്പോൾ സമാന്തര ശ്രേണി നമുക്ക് മൊത്തത്തിൽ എഴുതാം. 15, 24, 33, 42. ആറാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ സെക്കൻഡും തേർഡും ടേമുകളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് എങ്ങനെ ഫോർത്ത് ടേം നമുക്ക് കിട്ടും? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ സെക്കൻഡ് ടേം, 2 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ തേർഡ് ടേം, 3 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് ഫോർത്ത് ടേം കിട്ടുക. അപ്പോൾ നമുക്ക് എഴുതാം ഫസ്റ്റ് ടേം പ്ലസ് 3D 3 തവണ കോമൺ ഡിഫറൻസ് കൂട്ടുന്നു ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം. ഫസ്റ്റ് ടേം 24 ആണ്, ഫോർത്ത് ടേം 42 ആണ്. സോ 24 പ്ലസ് 3D ഈസ് ഈക്വൽ ടു 42. Then 3D is equal to 42 minus 24 which is equal to 18. Then common difference D is equal to 18 divided by 3 which is equal to 6. ഇനി സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് ആണ്. സോ 24 പ്ലസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു 30. തേർഡ് ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് ആണ്. 30 പ്ലസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു 36. സോ ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 24, 30, 36 ആൻഡ് 42. ആറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടെ നോക്കാം. ഇവിടെ 1ഉം 4ഉം പദങ്ങൾ നൽകിയിട്ടുണ്ട്. 2ഉം 3ഉം പദങ്ങൾ കണ്ടുപിടിക്കണം. അടുത്തതായി ഒന്നാം പദത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നാലാം പദം കണ്ടുപിടിക്കാൻ പറ്റുക? ഒന്നാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം ഒരു തവണ കൂട്ടുമ്പോൾ രണ്ടാം പദമായി, രണ്ടാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം ഒരിക്കൽ കൂടെ കൂട്ടുമ്പോൾ മൂന്നാം പദമായി, മൂന്നാം പദത്തിൻ്റെ കൂടെ ഒരിക്കൽ കൂടെ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നാലാം പദം കിട്ടുന്നത്. അപ്പോൾ ഒന്നാം പദത്തിൻ്റെ കൂടെ 3 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നാലാം പദം കിട്ടും. അതാണ് ഒന്നാം പദം അധികം 3D. 3D കൊണ്ട് ഉദ്ദേശിക്കുന്ന 3 തവണ പൊതുവ്യത്യാസം സമം നാലാം പദം. അപ്പോൾ 24 അധികം 3D സമം 42. 3D എന്ന് പറയുന്നത് 42ൽ നിന്ന് 24 കുറച്ചാൽ മതി, 18 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 18/3 സമം 6 എന്ന് കിട്ടി. എങ്കിൽ രണ്ടാം പദം കണ്ടുപിടിക്കാം. ഒന്നാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുക. 24 അധികം 6 സമം 30. മൂന്നാം പദം എന്ന് പറയുന്നത് എത്രയാണ്? രണ്ടാം പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുക. 30 അധികം 6 സമം 36. എങ്കിൽ നമുക്ക് ആ സമാന്തര ശ്രേണി എഴുതാം. 24, 30, 36, 42. ഈ പേജിലെ തന്നെ അടുത്ത സെറ്റ് ചോദ്യങ്ങൾ നോക്കാം. The two terms in specific positions of some arithmetic sequences are given below. Write the first 5 terms of each. അതായത് ഏതെങ്കിലും ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും 2 ടേമുകളാണ് നൽകിയിട്ടുള്ളത്. ഈ സീക്വൻസ് കണ്ടുപിടിക്കുക. ആദ്യത്തെ 5 ടേമുകൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുക. ഒന്നാമത്തെ ചോദ്യം തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. തേർഡ് ടേം ഈസ് ഈക്വൽ ടു 34 ആണ്. സിക്സ്ത് ടേം എന്ന് പറയുന്നത് 67 ആണ്. അടുത്ത് തേർഡ് ടേമിൽ നിന്ന് എങ്ങനെ സിക്സ്ത് ടേമിലേക്ക് എത്താം? തേർഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 3 തവണ ആഡ് ചെയ്യുമ്പോഴാണ് സിക്സ്ത് ടേം കിട്ടുക. സോ തേർഡ് ടേം പ്ലസ് 3D ഈസ് ഈക്വൽ ടു സിക്സ്ത് ടേം. 3D is equal to sixth term minus third term. So 67 minus 34 which is equal to 33. So the common difference D is equal to 33 divided by 3 which is equal to 11. Then first term നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? 2 തവണ കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ എത്തും. So first term is equal to third term minus 2D which is equal to 34 minus 22 which is equal to 12. So arithmetic sequence ന്റെ ഫസ്റ്റ് ടൈം നമുക്ക് എഴുതാം 12, 23, 34, 45, 56 ആൻഡ് 67. ആദ്യത്തെ ചോദ്യം ഒരിക്കൽ കൂടെ നോക്കാം. ഇവിടെ
മൂന്നാം പദവും ആറാം പദവും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സമാന്തര ശ്രേണി കണ്ടെത്തി അതിലെ ആദ്യ 5 പദങ്ങൾ എഴുതാനാണ്. മൂന്നാം പദം എന്ന് പറയുന്നത് 34ആണ്. ആറാം പദം എന്ന് പറയുന്നത് 67ആണ്. ഇനി മൂന്നാം പദത്തിൽ നിന്ന് എങ്ങനെയാണ് ആറാം പദത്തിലെത്തുക? മൂന്നാം പദത്തിൻ്റെ കൂടെ 3 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ ആറാം പദത്തിലെത്താം. അപ്പോൾ മൂന്നാം പദം അധികം 3D സമം ആറാം പദമാണ്. എങ്കിൽ 3D എന്ന് പറയുന്നത് ആറാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറയ്ക്കുക. അപ്പോൾ 67 ന്യൂനം 34 33 എന്ന് കിട്ടും. അപ്പോൾ D എന്ന് പറയുന്നത് 33/3 സമം 11. അതായത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 11ആണ്. എങ്കിൽ നമുക്ക് ഒന്നാം പദം കണ്ടുപിടിക്കാം. മൂന്നാം പദം അറിയാം. മൂന്നാം പദത്തിൽ നിന്ന് എങ്ങനെ ഒന്നാം പദത്തിലേക്ക് എത്താം? 2 തവണ പൊതുവ്യത്യാസം കുറയ്ക്കണം. അപ്പോൾ ഒന്നാം പദം സമം മൂന്നാം പദം ന്യൂനം 2 തവണ പൊതുവ്യത്യാസം 2D സമം 34 ന്യൂനം 2 ഗുണം 11 സമം 34 നിന്ന് 22 കുറയ്ക്കുന്നു. അപ്പോൾ 12 എന്ന് കിട്ടി. അപ്പോൾ സമാന്തര ശ്രേണി നമുക്ക് എഴുതാം. 12, 23, 34, 45, 56, 67. രണ്ടാമത്തെ ചോദ്യം നോക്കാം. തേർഡ് ടേമും 6th ടേമും ആണ് തന്നിട്ടുള്ളത്. തേർഡ് ടേം ഈസ് ഈക്വൽ ടു 43, 6th ടേം ഈസ് ഈക്വൽ ടു 76. തേർഡ് ടേമിൽ നിന്ന് എങ്ങനെയാണ് 6th ടേമിലെത്തുക? 3 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. സോ തേർഡ് ടേം പ്ലസ് 3D ഈസ് ഈക്വൽ ടു 6th ടേം. 3D ഈസ് ഈക്വൽ ടു 6th ടേം മൈനസ് തേർഡ് ടേം വിച്ച് ഈസ് ഈക്വൽ ടു 76 മൈനസ് 43 വിച്ച് ഈസ് ഈക്വൽ ടു 33. സോ ദ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് 33 ഡിവൈഡഡ് ബൈ 3 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 11. ഇനി ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. തേർഡ് ടൈമിൽ നിന്ന് 2 തവണ കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. തേർഡ് ടൈം മൈനസ് 2D വിച്ച് ഈസ് ഈക്വൽ ടു 43. 2D എന്ന് പറയുമ്പോൾ 11 × 2 22 ആണ്. സോ 43 മൈനസ് 22 വിച്ച് ഈസ് ഈക്വൽ ടു 21. സോ അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് എഴുതാം. 21, 32, 43, 54, 65, 76 എക്സെട്ര. രണ്ടാം ചോദ്യം ഒരിക്കൽ കൂടെ നോക്കാം. മൂന്നാം പദവും ആറാം പദവും നമുക്ക് തന്നിട്ടുണ്ട്. മൂന്നാം പദം സമം 43 ആണ്. ആറാം പദം 76 ആണ്. ഇനി മൂന്നാം പദത്തിൽ നിന്ന് എങ്ങനെയാണ് ആറാം പദത്തിലെത്തുക? മൂന്നാം പദത്തിൻ്റെ കൂടെ 3 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് ആറാം പദം കിട്ടുക. അപ്പോൾ മൂന്നാം പദം അധികം 3D, D എന്ന് പറയുന്ന പൊതുവ്യത്യാസമാണ്, സമം ആറാം പദമാണ്. അപ്പോൾ 3D എന്ന് പറയുന്നത് ആറാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറയ്ക്കുന്നു. 76ൽ നിന്ന് 43 കുറച്ചാൽ 33 എന്ന് കിട്ടുന്നു. എങ്കിൽ പൊതുവ്യത്യാസം D എങ്ങനെ കണ്ടുപിടിക്കാം? 33നെ 3 കൊണ്ട് ഭാഗിക്കുന്നു, 11 എന്ന് കിട്ടുന്നു. അപ്പോൾ പൊതുവ്യത്യാസം 11. എങ്കിൽ ഒന്നാം പദം നമുക്ക് കണ്ടുപിടിക്കാം. മൂന്നാം പദം നമുക്കറിയാം. അതിൽ നിന്ന് 2 തവണ പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോഴാണ് ഒന്നാം പദം കിട്ടുന്നത്. അപ്പോൾ ഒന്നാം പദം സമം മൂന്നാം പദത്തിൽ നിന്ന് 2 തവണ പൊതുവ്യത്യാസം D കുറയ്ക്കുന്നു, സമം 43ൽ നിന്ന് പൊതുവ്യത്യാസം 11 ആണ്. 2 തവണ കുറയ്ക്കുമ്പോൾ 22 കുറയ്ക്കണം. 43 ന്യൂനം 22. അപ്പോൾ എത്ര കിട്ടി? 21 എന്ന് കിട്ടി. എങ്കിൽ നമുക്ക് സമാന്തര ശ്രേണി എഴുതാം. ഒന്നാം പദം 21, 32, 43, 54, 65, 76. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ തേർഡ് ടേം എന്ന് പറയുന്നത് 2 ആണ്. ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 3 ആണ്. ഇനി തേർഡ് ടേമിൻ്റെ കൂടെ ഏത് സംഖ്യ കൂട്ടുമ്പോഴാണ് ഫിഫ്ത്ത് ടേം കിട്ടുന്നത്? പൊതുവ്യത്യാസം 2 തവണ കൂട്ടണം. അപ്പോൾ തേർഡ് ടേം പ്ലസ് 2D ഈസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടേം. 2D എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടേമിൽ നിന്ന് തേർഡ് ടേം കുറയ്ക്കുന്നതാണ്. 3 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 2 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 0.5 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാം. തേർഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് 2 തവണ കുറയ്ക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈം കിട്ടുക. സോ ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു തേർഡ് ടൈം മൈനസ് 2D വിച്ച് ഈസ് ഈക്വൽ ടു 2 മൈനസ് 2D എന്ന് പറയുമ്പോൾ 2 × 0.5 അത് എത്രയാണ്? 1 ആണ്. സോ 2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഫസ്റ്റ് ടൈം 1 ആണ്. ഇനി സെക്കൻഡ് ടൈം നമുക്ക് എഴുതാം. അരിത്തമെറ്റിക് സീക്വൻസും എഴുതാം. എങ്ങനെയാണ്? 1, 1.5, 2, 2.5, 3. ഉത്തരം ഒരിക്കൽ കൂടെ നോക്കാം. ഇവിടെ മൂന്നാം പദം തന്നിട്ടുണ്ട് 2 ആണ്. അതുപോലെ അഞ്ചാം പദം തന്നിട്ടുണ്ട്, അത് 3 ആണ്. ഇനി മൂന്നാം പദത്തിൽ നിന്ന് എങ്ങനെയാണ് അഞ്ചാം പദത്തിലേക്ക് എത്തുക? മൂന്നാം പദത്തിൻ്റെ കൂടെ 2 തവണ പൊതുവ്യത്യാസം കൂട്ടണം, അതായത് 2D കൂട്ടണം. അപ്പോൾ മൂന്നാം പദം അധികം 2D സമം അഞ്ചാം പദമാണ്. ഇനി 2D എന്ന് പറയുന്നത് അഞ്ചാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറയ്ക്കുന്നു. അഞ്ചാം പദം 3 ആണ്, മൂന്നാം പദം 2 ആണ്. 3ൽ നിന്ന് 2 കുറച്ചാൽ 1 എന്ന് കിട്ടുന്നു. അതായത് 2D ആണ് 1. എങ്കിൽ D പൊതുവ്യത്യാസം D എന്ന് പറയുന്നത് 1/2 ആണ്. അതിനെ 0.5 എന്നെഴുതാം. ഇനി ഒന്നാം പദം നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? മൂന്നാം പദത്തിൽ നിന്ന് 2 തവണ പൊതുവ്യത്യാസം കുറയ്ക്കണം. അതായത് ഒന്നാം പദം സമം മൂന്നാം പദം ന്യൂനം 2D. 2D എന്ന് പറഞ്ഞാൽ 2 തവണ പൊതുവ്യത്യാസം. ഇനി 2D എന്ന് പറയുന്നത് എത്രയാണ്? 2 × 0.5 ആണ്, അല്ലെങ്കിൽ 2 ഗുണം 0.5 ആണ്. അത് എത്രയാണ്? 1 ആണ്. അപ്പോൾ 2ൽ നിന്ന് 1 കുറയ്ക്കുന്നു, അപ്പോൾ 1 എന്ന് തന്നെ കിട്ടുന്നു. എങ്കിൽ ഒന്നാം പദം 1 ആണ്. അപ്പോൾ രണ്ടാം പദം എത്രയാണ്? 1.5 ആണ്. 2, 2.5, 3. ഇങ്ങനെയാണ് സമാന്തര ശ്രേണി. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ടേം 8 ആണ്, 9th ടേം 10 ആണ്. സോ ഫിഫ്ത്ത് ടേമിൻ്റെ കൂടെ
4 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 9th ടൈം കിട്ടുന്നത്. സോ 5th ടൈം പ്ലസ് 4d ഈസ് ഈക്വൽ ടു 9th ടൈം. 4d ഈസ് ഈക്വൽ ടു 9th ടൈം മൈനസ് 5th ടൈം, ദാറ്റ് ഈസ് 10 മൈനസ് 8 വിച്ച് ഈസ് ഈക്വൽ ടു 2. 4d എന്ന് പറയുന്നത് 2 ആണ്. എങ്കിൽ d കോമൺ ഡിഫറൻസ് എത്രയാണ്? 2/4 വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ആണ്. ഇനി ഫസ്റ്റ് ടൈം നമുക്ക് കണ്ടുപിടിക്കാം. 5th ടൈമിൽ നിന്ന് 4 ടൈംസ് d കുറയ്ക്കണം. 4 തവണ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം. ഇനി 4 × 0.5 എന്ന് പറയുന്നത് എത്രയാണ്? അത് 2 ആണ്. സോ 5th ടൈം ആയ 8ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുന്നു. സോ ഫസ്റ്റ് ടൈം 6 എന്ന് കിട്ടുന്നു. ദെൻ അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് എഴുതാം. 6, 6.5, 7, 7.5, 8 എക്സെട്ര. നാലാമത്തെ ചോദ്യത്തിൽ 5ാം പദം നമുക്ക് 8 എന്ന് തന്നിട്ടുണ്ട്, 9ാം പദം 10 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് 5ാം പദത്തിൽ നിന്ന് എങ്ങനെ 9ാം പദം എഴുതാം? 4 തവണ പൊതുവ്യത്യാസം കൂട്ടണം. 5ാം പദം അധികം 4d സമം 9ാം പദം എന്ന് എഴുതാം. 4d എന്ന് പറയുന്നത് 9ാം പദത്തിൽ നിന്ന് 5ാം പദം കുറയ്ക്കുന്നതാണ്. 10ൽ നിന്ന് 8 കുറയ്ക്കുന്നു, 2 കിട്ടുന്നു. അതായത് 4d എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം d എന്ന് പറയുന്നത് 2/4 ആണ്. അപ്പോൾ 0.5 എന്ന് കിട്ടും. എങ്കിൽ 1ാം പദം നമുക്ക് എഴുതാം. 1ാം പദം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 5ാം പദത്തിൽ നിന്ന് 4 തവണ പൊതുവ്യത്യാസം കുറയ്ക്കണം. അതാണ് 1ാം പദം സമം 5ാം പദം ന്യൂനം 4d എന്ന് പറയും. 4 തവണ പൊതുവ്യത്യാസം. ഇനി 4 ഗുണം 0.5 എന്ന് പറയുന്നത് 2 ആണ്. എങ്കിൽ 8ൽ നിന്ന് 5ാം പദമായ 8ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 6 എന്ന് കിട്ടുന്നു 1ാം പദം. എങ്കിൽ സമാന്തര ശ്രേണി എഴുതാം. 6, 6.5, 7, 7.5, 8 അങ്ങനെ. 5th ക്വസ്റ്റ്യൻ. 5th ടൈം 7 എന്ന് തന്നിട്ടുണ്ട്, 7th ടൈം 5 എന്ന് തന്നിട്ടുണ്ട്. ഇനി 5th ടൈമിൽ നിന്ന് എങ്ങനെ 7th ടൈം കിട്ടും? 2 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. സോ 5th ടൈം പ്ലസ് 2d ഈസ് ഈക്വൽ ടു 7th ടൈം ആണ്. 2d എന്ന് പറയുന്നത് 7th ടൈം മൈനസ് 5th ടൈം വിച്ച് ഈസ് ഈക്വൽ ടു 5 മൈനസ് 7 വിച്ച് ഈസ് ഈക്വൽ ടു -2 ആണ്. സോ കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് എത്രയാണ്? -2 ഡിവൈഡ് ബൈ 2 എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു -1. സോ കോമൺ ഡിഫറൻസ് ഈസ് -1. ഇനി നമുക്ക് അങ്ങനെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. 5th ടൈമിൽ നിന്ന് 4 ടൈംസ് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ടൈം കിട്ടുക. സോ ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു 5th ടൈം മൈനസ് 4d വിച്ച് ഈസ് ഈക്വൽ ടു 5th ടൈം എന്ന് പറയുന്നത് 7 ആണ്. 7 മൈനസ് 4 × -1. 4 × -1 എന്ന് പറയുമ്പോൾ -4 ആണ്. ആ നെഗറ്റീവും കൂടെ വന്നു കഴിയുമ്പോൾ +4 ആയിട്ട് മാറും. സോ 7 + 4 എന്നാകും വിച്ച് ഈസ് ഈക്വൽ ടു 11. സോ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടൈം 11 എന്ന് കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് -1 ആണ്. അപ്പോൾ സെക്കൻഡ് ടൈം എങ്ങനെ കിട്ടും? 11 + -1. അപ്പോൾ എത്ര കിട്ടി? 10 ആയി. സോ 11, 10, 9, 8, 7 എന്നാണ് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടുക. ഇവിടെ കോമൺ ഡിഫറൻസ് -1 ആണ് ഓർക്കുക. ഉത്തരം ഒരിക്കൽ കൂടെ നോക്കാം. ഇവിടെ 5ാം പദവും 7ാം പദവും തന്നിട്ടുണ്ട്. 5ാം പദം 7, 7ാം പദം 5. ഇനി 5ാം പദത്തിൻ്റെ കൂടെ 2 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 7ാം പദം കിട്ടുന്നത്. നമുക്ക് എഴുതാം 5ാം പദം അധികം 2 തവണ പൊതുവ്യത്യാസം 2d സമം 7ാം പദമാണ്. എങ്കിൽ 2d എന്ന് പറയുന്നത് 7ാം പദത്തിൽ നിന്ന് 5ാം പദം കുറയ്ക്കുന്നതാണ്. അതായത് 5ൽ നിന്ന് 7 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? -2 എന്ന് കിട്ടി. എങ്കിൽ 2d ആണ് -2. എങ്കിൽ d എന്ന് പറയുന്നത് -2/2. അപ്പോൾ എത്ര വന്നു? -1 ആണ് പൊതുവ്യത്യാസം d. ഇനി 1ാം പദം കണ്ടുപിടിക്കാം. 5ാം പദത്തിൽ നിന്ന് 4 തവണ പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോഴാണ് 1ാം പദത്തിലെത്തുക. എങ്കിൽ 1ാം പദം സമം 5ാം പദം ന്യൂനം 4d സമം 5ാം പദം 7 ആണ്. -4 ഗുണം -1. ഇനി 4 ഗുണം -1 എന്ന് പറയുമ്പോൾ -4 ആണ്. മുമ്പിലെ മൈനസോട് വരുമ്പോൾ അത് വീണ്ടും പ്ലസ് ആകുന്നു. അപ്പോൾ 7 അധികം 4 തന്നെ വരുന്നു. അപ്പോൾ 1ാം പദം 7 അധികം 4 11 ആണ്. എങ്കിൽ 2ാം പദം എത്രയാണ്? 11ൻ്റെ കൂടെ പൊതുവ്യത്യാസമായ -1 കൂട്ടണം. അപ്പോൾ 11ൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ എത്രയാണ്? 10 കിട്ടി. ഇനി അടുത്ത 3ാം പദം എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് 1 കുറയ്ക്കണം, 9 ആണ്. എങ്കിൽ സമാന്തര ശ്രേണി എങ്ങനെ വരും? 11, 10, 9, 8, 7. ഇതോടെ ഈ പേജിലെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. 18ാം പേജിലെ പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.